കാർലോ അൻസലോട്ടിയെ മുഖ്യപരിശീലകനാക്കാൻ കാത്തിരുന്ന ബ്രസീൽ അപ്രതീക്ഷിത തിരിച്ചടിയാണ് നേരിട്ടത്. ബ്രസീലിന്റെ ഓഫർ സ്വീകരിക്കുമെന്ന പ്രതീക്ഷ നൽകിയെങ്കിലും ആൻസലോട്ടി റയൽ മാഡ്രിഡുമായുള്ള കരാർ പുതുക്കി. ഇതോടെ ബ്രസീൽ ദേശീയ ടീമിന്റെ മുഖ്യപരിശീലകനായി ഡൊറിവൽ ജൂനിയറിനെ നിയമിച്ചു. താൽക്കാലിക പരിശീലകൻ ഫെർണാണ്ടോ ഡീനിസിന് പകരമാണ് നിയമനം. ഡൊറിവൽ ജൂനിയർ എന്ന 61-കാരനെ മുഖ്യപരിശീലകനായി ബ്രസീൽ ഫുട്ബോൾ കോൺഫെഡറേഷൻ നിയമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് ഉപയോഗപ്പെടുത്തുകയാണ് ടീം മാനേജ്മെന്റിന്റെ ലക്ഷ്യം. ബ്രസീലിയൻ ഗാർഡിയോള എന്നാണ് ഡിനിസ് അറിയപ്പെട്ടിരുന്നത്, പൊസിഷൻ ഫുട്ബോളിന്റെ വക്താവ്. എന്നാൽ താരനിബിഡമായ ബ്രസീൽ ടീമിൽ ഡിനിസ് വലിയ പരാജയമായി. ബ്രസീൽ ടീമിന് ആവശ്യതന്ത്രങ്ങളുടെ ധാരാളിത്തമുള്ള പരിശീലകനെയല്ല, സൂപ്പർ താരക്കൂട്ടത്തെ മേയിച്ചു നടക്കാൻ പറ്റുന്ന മാനേജ്മെന്റ് വിദഗ്ധരെയാണ് ആവശ്യം. അധികം കിരീട വിജയങ്ങളില്ലാത്ത ഡൊറിവലിന്റെ അനുഭവജ്ഞാനത്തെയും കളിക്കാരെ നിയന്ത്രിച്ചു നിർത്താനുള്ള കഴിവിനെയും ബ്രസീൽ ഫുട്ബോൾ കോൺഫെഡറേഷൻ അംഗീകരിച്ചത് അതുകൊണ്ടാണ്. 22 വർഷത്തോളമായി പരിശീലക രംഗത്തുണ്ട് ഡൊറിവൽ. 18ാമത്തെ ടീമാണ് ബ്രസീൽ. സാന്റോസ്, ഫ്ലുമിനൻസ്, ഫ്ലെമംഗോ, വാസ്കോഡ ഗാമ തുടങ്ങി ബ്രസീലിലെ വമ്പൻ ക്ലബ്ബുകളുടെ പരിശീലകനായിട്ടുണ്ട്. ഇത്രയും കാലത്ത് കരിയറിൽ 596 മത്സരങ്ങളിൽ ടീമിനെ ഇറക്കി. 47% വിജയമുണ്ട്. കയ്യിലുള്ള ഗെയിം പ്ലാനിലേക്ക് ടീമിനെ മാറ്റിയെടുക്കുന്ന പരിശീലകനല്ല ഡൊറിവൽ. ലഭ്യമാകുന്ന കളിക്കാരെ വെച്ച് ടീമിനെ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ്. നെയ്മർ അടക്കമുള്ള വമ്പൻ താരനിര പല കാലങ്ങളിൽ അദ്ദേഹത്തിന് ശിഷ്യന്മാരായിരുന്നു. വലിയ കളിക്കാരെ ടീമിനെ ഉപയോഗപ്പെടും വിധം മാറ്റിയെടുക്കാനുള്ള ഡൊറിവലിൻ്റെ മിടുക്കായിരിക്കും ബ്രസീലിൻ്റെ ഭാവി നിശ്ചയിക്കുക. മുഖ്യപരിശീലകനായപ്പോൾ തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായെന്നാണ് ഡൊറിവലിൻ്റെ പ്രതികരണം. ഒപ്പം ബ്രസീലിൻ്റെ പ്രതാപം വീണ്ടെടുക്കുമെന്നുറപ്പും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.